ജീൻസും ടോപ്പുമിട്ട് കോടതിയിലെത്തിയ ജോളി പുതിയ ലുക്ക് കണ്ട ആളുകൾ തടിച്ചുകൂടി. കേരളത്തെ ഏറെ ഞെട്ടിച്ച കൂടത്തായി കേസിലെ പ്രതിയായ ജോളി ജോസഫ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ ഇത്തവണ കേസുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വഴിത്തിരിവൊന്നുമല്ല ചർച്ച. കോടതിയിലെത്തിയ ജോളിയുടെ പുതിയ രൂപമാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സാധാരണയായി കോടതിയിലെത്തുന്ന പ്രതികളെ വളരെ ലളിതമായ വേഷത്തിലാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇത്തവണ ജീൻസും ടോപ്പും ധരിച്ചാണ് ജോളി കോടതിയിലെത്തിയത്. ഈ പുതിയ ലുക്ക് കണ്ടതോടെ കോടതി പരിസരത്ത് ഉണ്ടായിരുന്നവരുടെ ശ്രദ്ധ മുഴുവൻ ജോളിയിലേക്കായി. സിനിമാ താരത്തെ കാണാനെന്ന പോലെ ജോളിയെ ഒരു നോക്ക് കാണാൻ നിരവധി ആളുകൾ കോടതി പരിസരത്ത് തടിച്ചങ്ങ് കൂടി. ചിലർ മൊബൈൽ ഫോണിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്താൻ ശ്രമിച്ചതായും പറയുന്നുണ്ട്. ആളുകളുടെ തിരക്ക് കൂടിയതോടെ പോലീസ് സുരക്ഷ ശക്തമാക്കി. പിന്നീട് കൂടുതൽ തിരക്ക് ഒഴിവാക്കാൻ ജോളിയെ കോടതി മുറിക്കുള്ളിലേക്ക് മാറ്റുകയായിരുന്നു. പോലീസുകാർക്കൊപ്പമാണ് ജോളി കോടതിയിലെത്തിയത്. ചുറ്റുമുള്ള ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോളി കൂടെയുണ്ടായിരുന്ന പോലീസുകാരോട് സംസാരിക്കുകയും തമാശ പറയുകയും ഇടയ്ക്കിടെ ചിരിക്കുകയും ചെയ്യുന്നത് പുറത്തു വന്ന വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം. ജോളിയുടെ കയ്യിൽ സ്പൈറൽ ബൈൻഡ് ചെയ്ത ഒരു കെട്ട് രേഖകളും ഉണ്ടായിരുന്നു. അത് പഠനവുമായി ബന്ധപ്പെട്ട നോട്ടുകളാണോ കോടതിയുമായി ബന്ധപ്പെട്ട രേഖകളാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. കോടതിയിലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാണ് നടക്കുന്നത്. ജോളിയുടെ പുതിയ ലുക്കിനെ കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും നിരവധി പേരാണ് വിവിധ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത്. കൂടാതെ ജോളിയെ അടുത്തിടെ ബിരുദ പരീക്ഷ എഴുതിക്കുന്നതിനായി കോഴിക്കോട് സബ് ജയിലിൽ നിന്ന് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി കോഴ്സിന്റെ 2ാം വർഷ പരീക്ഷയാണ് ജോളി എഴുതുന്നത്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമായിരുന്നു മുൻപ് ജോളിയുടെ വിദ്യാഭ്യാസ യോഗ്യത. ഇപ്പോൾ ജയിലിൽ കഴിയുന്നതിനിടെയാണ് ഉയർന്ന പഠനം തുടരുന്നത്. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച കൂടത്തായി കേസുമായി ബന്ധപ്പെട്ടാണ് ജോളി ഇപ്പോൾ വിചാരണ നേരിടുന്നത്. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കുടുംബാംഗങ്ങളായ 6 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ജോളി പ്രതിയായത്. ഈ കേസുകളുടെ വിചാരണ ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ്. കേസിന്റെ തുടക്കം മുതൽ തന്നെ കേരളം മുഴുവൻ ശ്രദ്ധിച്ചിരുന്ന സംഭവമായിരുന്നു ഇത്. ഓരോ കോടതി ഹാജരാക്കലും അന്വേഷണവുമായി ബന്ധപ്പെട്ട ഓരോ വിവരവും വലിയ വാർത്തയാകാറുണ്ട്. ഇപ്പോൾ കോടതിയിലെത്തിയ ജോളിയുടെ പുതിയ രൂപവും ആത്മവിശ്വാസത്തോടെ പെരുമാറിയ രീതിയുമാണ് വീണ്ടും ചർച്ചയാകുന്നത്. കോടതി പരിസരത്ത് എത്തിയ പലരും ജോളിയെ നേരിൽ കാണാൻ ശ്രമിച്ചതും പോലീസ് സുരക്ഷ ശക്തമാക്കിയതും ഇന്നത്തെ പ്രധാന സംഭവമായി മാറുകയും ചെയ്തു. സമൂഹത്തെ ഞെട്ടിച്ച കേസുകളിലെ പ്രതികളെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ പോലീസ് കുറച്ചുകൂടി ഗൗരവത്തോടെ പെരുമാറേണ്ടതല്ലേ എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഗുരുതരമായ കേസിലെ ഒരു പ്രതി വളരെ സ്വതന്ത്രമായി നടക്കുന്നതും ചിരിച്ചും സംസാരിച്ചും കോടതിയിലെത്തുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സാധാരണക്കാർക്ക് പല സംശയങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഒരു പ്രതിക്കും നിയമം നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കാനാകില്ല. പക്ഷേ അതോടൊപ്പം നിയമത്തിന്റെ ഗൗരവവും കാത്തു സൂക്ഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. പ്രത്യേകിച്ച് വലിയ കേസുകളിൽ ഓരോ നടപടിയും പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യവുമാണ്. ഈ കേസുകളിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങൾ ഇന്നും നീതിക്കായി കാത്തിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പുറത്തുവരുന്ന ഇത്തരം ദൃശ്യങ്ങൾ അവരുടെ മനസ്സിനെ വീണ്ടും വേദനിപ്പിച്ചേക്കാം. പോലീസിനോടും നിയമ സംവിധാനത്തോടും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകണമെങ്കിൽ നടപടികളിൽ കൂടുതൽ ഗൗരവം കാണിക്കണം. നിയമം നടപ്പാക്കുന്നത് മാത്രമല്ല, അത് നടപ്പാക്കുന്ന രീതിയും ജനങ്ങൾക്ക് വിശ്വാസം നൽകുന്നതായിരിക്കണം. അതാണ് ഇന്ന് പലരും പറയുന്നത്.